മുന്നും പിന്നും നോക്കാതെ തനിക്ക് തോന്നുന്ന ശരികൾ അപ്പാടെ പ്രാവർത്തികമാക്കാൻ നോക്കുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ കുടിയേറ്റക്കാരും പോലീസും തമ്മിലുണ്ടായി ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ കർശനമായ നിലപാടുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. കാലിഫോർണിയയിൽ കുടിയേറ്റക്കാരും അവരെ പിന്തുണയ്ക്കുന്നവരും ശക്തമായ കലാപവുമായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിലാണ് ട്രംപ് ഭരണകൂടം നിലപാട് കർശനമാക്കിയിട്ടുള്ളത്. കലാപബാധിത മേഖലകളിലേക്ക് നാഷണൽ ഗാർഡിനെ അയക്കാനുള്ള തീരുമാനമാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയത്. ഇതിനുള്ള പ്രസിഡൻഷ്യൽ മെമ്മോറാണ്ടത്തിൽ ട്രംപ് ഒപ്പിട്ടിരുന്നു. ഇതോടെ അമേരിക്ക കണ്ട ഏറ്റവും വലിയ കുടിയിറക്കത്തിന് കളമൊരുങ്ങുകയാണ്. 2000ഓളം നാഷണൽ ഗാർഡുകളാണ് ലോസ് ഏഞ്ചലസിൽ വിന്യസിച്ചിരിക്കുന്നത്. ശനിയാഴ്ച കാലിഫോർണിയയിലെ പാരാമൗണ്ടിൽ സംഘടിച്ച കുടിയേറ്റക്കാരുടെ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയിട്ടുള്ളത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർ വാതക പ്രയോഗവും മറ്റും നടത്തിയെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നടപടി. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായുള്ള റെയ്ഡുകളും അറസ്റ്റുകൾക്കുമെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് പാരാമൗണ്ടിലെ പ്രതിഷേധം നടന്നത്. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം തുടങ്ങിയത് പോലും. വെള്ളിയാഴ്ച ഉച്ച മുതലാണ് പ്രതിഷേധക്കാർ കൂട്ടം കൂടി തുടങ്ങിയിട്ടുള്ളത്. ഇത് പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴി തെളിയിക്കുകയുണ്ടായി. വാഹനങ്ങൾക്ക് തീയിട്ടും ഉദ്യോഗസ്ഥരെ തടഞ്ഞുമൊക്കെ പ്രതിഷേധം കടുത്തതോടു കൂടിയാണ് ട്രംപ് നാഷണൽ ഗാർഡിനെ അയക്കാൻ തീരുമാനിച്ചത്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ തടയാനുള്ള പ്രതിഷേധമായിരുന്നു സംഘർഷത്തിൽ കലാശിച്ചത്. ഉദ്യോഗസ്ഥരെ 1000ഓളം വരുന്ന പ്രതിഷേധക്കാർ വളയുകയായിരുന്നുവെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ലോസ് ആഞ്ചലസ് പോലീസ് ഇടപെടാൻ വൈകിയെന്നും പരാതി ഉയർന്നിരുന്നു. ഇവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയും പ്രതിഷേധ സെക്രട്ടറി പീറ്റ് ഗേസെത്ത്, അറ്റോർണി ജനറൽ പാം ബോണ്ടി എന്നിവരെ ചുമതലപ്പെടുത്തിയതായി ട്രംപ് പറയുകയുണ്ടായി. കുടിയേറ്റക്കാരുടെ അധിനിവേശത്തിൽ നിന്നും ലോസ് ഏഞ്ചലസിനെ മോചിപ്പിക്കാനും കലാപങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ട്രംപ് ഈ പ്രധാന ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ അക്രമ രൂക്ഷമായതോടുകൂടി പോലീസ് പ്രതിഷേധ സമരത്തെ നിയമവിരുദ്ധമായ ഒത്തുചേരലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരോട് ഏത് നിമിഷവും വിളിച്ചാൽ അടിയന്തരമായി എത്തണമെന്ന് കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒരു സുന്ദര നഗരമായിരുന്ന ലോസ് ആഞ്ചലസിനെ കലാപകാരികളിൽ നിന്നും മോചിപ്പിക്കാൻ ഈ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ പ്രതിഷേധ സമരത്തിന്റെ ചിത്രങ്ങൾ എടുക്കുകയായിരുന്ന ഒരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർക്ക് പോലീസ് നടത്തിയ വെടിവയ്പിൽ പരിക്കേറ്റിരുന്നു. ഇയാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുമുണ്ട്. ട്രംപിന്റെ ഈ കാട്ടുനീതി തുടരുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തെളിയിക്കുമെന്ന കാര്യം തീർച്ചയാണ്.